മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചോദിക്കാം. കൊറോണ ടൈമിൽ ടീച്ചറുടെ ഇന്റർവ്യൂ പറ്റി കേട്ടിരുന്നു. BBC-യുടെ ലോക പ്രശസ്തമായ ഇന്റർവ്യൂ ഒരു അനുഭവം. കോവിഡ് എല്ലായിടെയും വ്യാപിച്ചു അല്ലെ? എവിടെയാ തുടങ്ങിയെന്ന് അറിയോ നിങ്ങൾക്ക്? ചൈനയിലെ വുഹാനിലാണ് ആദ്യം തന്നെ ഈ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ കണ്ടത് ഈ വൈറസ് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോയി എന്നുള്ളതാണ്. ഇവിടെയും വന്നു. 2020 ജനുവരി 30-നാണ് ഇവിടെ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് ഒരാൾ പോസിറ്റീവായത്. അപ്പൊ ഇവിടെ നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തി. നമ്മൾ ചില സ്ട്രാറ്റജികൾ, ചില തന്ത്രങ്ങൾ ഈ വൈറസിന്റെ വ്യാപനത്തെ തടയാൻ വേണ്ടി കേരളത്തിൽ ആവിഷ്കരിച്ചു. വൈറസ് ഭയങ്കര കഴിവുള്ളതാണ് എന്ന് വെച്ചാൽ പടരാനും കൊല്ലാനും ഒക്കെ. നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തെ ശക്തിപ്പെടുത്തി ഒരിക്കലും വൈറസിന് ഹെൽത്ത് സിസ്റ്റത്തിന്റെ മേലേക്ക് പോകാൻ, അതായത് നമ്മുടെ ബെഡ് തീർന്നുപോയി, നമ്മുടെ ഓക്സിജൻ തീർന്നുപോയി, നമ്മുടെ ആള് തീർന്നുപോയി, അപ്പൊ നമ്മൾ പറയാം അങ്ങനെ വിട്ടുതരില്ല, ഞങ്ങൾ കൂടുതൽ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നു, കൂടുതൽ ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കിയിരിക്കുന്നു, കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ രോഗിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വൈറസെ നിന്നെ വിടില്ല. അതാണ് വൈറസുമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ വൈറസ് നമ്മൾ കീഴടക്കി. അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കേരളം എന്ന് പറയും പോലെ അവരുടെ ഒരു പ്രവിശ്യയാണ്, ഒരു സംസ്ഥാനമാണ്. അപ്പൊ അവിടെ കണ്ടമാനം വൈറസ് പടർന്നു പിടിച്ച് ആളുകൾ കൂട്ടത്തോടെ മരിക്കുന്നു. എന്നാൽ നമ്മുടെ കുഞ്ഞു കേരളത്തിലാണ് ആദ്യം വൈറസ്. വുഹാൻ കഴിഞ്ഞ ഉടനെ വന്നത് നമുക്കാണ്. പക്ഷെ ഇവിടെ നമ്മൾ മരണത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾ എന്താണ് ചെയ്തത്, ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് BBC മറ്റും നമ്മുടെ ഇന്റർവ്യൂവിനായിട്ട് വന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, ഇങ്ങനെയാണ് കേരളം ചെയ്തത്. അപ്പൊ അവർക്കത് ശരിയാണെന്ന് തോന്നി. അങ്ങനെയാണ് കേരളത്തിന് കുറെ അവാർഡൊക്കെ കിട്ടിയത്.